ഇടുക്കി പരുന്തുംപാറയിൽ വനഭൂമിയിൽ കുരിശ് സ്ഥാപിച്ച് സ്ഥലം കയ്യേറാൻ ശ്രമിച്ച വിവാദ പാസ്റ്റർ സജിത്ത് ജോസഫിനെ ചൊല്ലി കേരള കത്തോലിക്ക സഭയിൽ കടുത്ത ഭിന്നത. പാസ്റ്ററെ സഭാ ശുശ്രൂഷകളിൽ നിന്നും വിലക്കി സിറോ മലബാർ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സന്യാസ സമൂഹങ്ങൾ സർക്കുലർ പുറത്തിറക്കി. എന്നാൽ സജിത്ത് ജോസഫിനെ മുടക്കാൻ ആർക്കും അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ലത്തീൻ കത്തോലിക്ക സഭയുടെ പുനലൂർ രൂപത ബിഷപ്പ് റെവറന്റ് ഡോക്ടർ സിൽവസ്റ്റർ പൊന്നുമുത്തൻ ഇടയലേഖനം പുറത്തിറക്കി. പെന്തക്കോസ്ത് വിഭാഗത്തിൽ നിന്നും കത്തോലിക്ക സഭയിലേക്കുള്ള സജിത്ത് ജോസഫിന്റെ വരവ് തന്നെ വലിയ വിവാദമായിരുന്നു. ചെറുപ്പം മുതൽ പെന്തക്കോസ് സഭാവിഭാഗത്തിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത പാസ്റ്ററാണ് ചങ്ങനാശ്ശേരി സ്വദേശിയായ സജിത്ത് ജോസഫ്. ഗ്രേസ് കമ്മ്യൂണിറ്റി എന്ന പേരിൽ സ്വന്തമായൊരു സഭയും ഇയാൾക്കുണ്ടായിരുന്നു. നിരവധി സ്ഥാപനങ്ങളും ഇയാൾ നടത്തിയിരുന്നു. രോഗശാന്തി ശുശ്രൂഷയായിരുന്നു മുഖ്യ ഇനം. ഇതിലെ ചില വീഡിയോകൾ നാട്ടുകാർ ചോദ്യം ചെയ്തിരുന്നു. ഒറ്റയ്ക്ക് പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോവുക ബുദ്ധിമുട്ടായതോടെയാണ് പാസ്റ്റർ സജിത്ത് ജോസഫ് കത്തോലിക്ക സഭയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ഇതിനിടെ ചങ്ങനാശ്ശേരിയിലും പരിസര പ്രദേശത്തും നിരവധി കത്തോലിക്ക വിശ്വാസികൾ സജിത്ത് ജോസഫിനൊപ്പം ചേർന്നതിൽ കത്തോലിക്ക സഭയ്ക്കും വലിയ ആശങ്കയുണ്ടായിരുന്നു. ഈ വിശ്വാസികളെ തിരികെ പിടിക്കാനുള്ള അവസരമായാണ് കത്തോലിക്ക സഭ സജിത്ത് ജോസഫിന്റെ കത്തോലിക്ക കൂട്ടായ്മയിലേക്കുള്ള വരവിനെ കണ്ടത്. എന്നാൽ സജിത്ത് ജോസഫിനെ തങ്ങളുടെ രൂപതകളിലൊന്നിലും എടുക്കാൻ സിറോ മലബാർ സഭ തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് KCBCയുടെ കരസ്മാറ്റിക് കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് സിൽവസ്റ്റർ പൊന്നുമുത്തന്റെ നിർദ്ദേശപ്രകാരം വിജയപുരം ലത്തീൻ രൂപതയിൽ പാസ്റ്റർ സജിത്ത് അംഗമാകുന്നത്. എന്നാൽ ഗ്രേസ് കൂട്ടായ്മ ഉപേക്ഷിക്കാൻ സജിത്ത് തയ്യാറായില്ല. ഇതിനിടെയാണ് പരുന്തുംപാറയിലെ കുരിശു സ്ഥാപിക്കൽ വിവാദമായത്. വൻതോതിൽ ഭൂമി കയ്യേറി റിസോർട്ടുകളുടെ നിർമ്മാണമായിരുന്നു അവിടെ പാസ്റ്റർ സജിത്ത് ജോസഫ് നടത്തിയത്. ഇതിന് മറയായിരുന്നു കുരിശു സ്ഥാപിക്കൽ. എന്നാൽ സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കുകയും കുരിശു പൊളിച്ചു മാറ്റുകയും ചെയ്തു. ഇതോടെയാണ് സജിത്ത് ജോസഫും കത്തോലിക്ക സഭയും തമ്മിൽ വീണ്ടും അകലുന്നത്. കേരള കത്തോലിക്ക സഭയിലെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിവന്ന വിൻസനേഷൻ കോൺഗ്രിഗേഷൻ സജിത്ത് ജോസഫിനെതിരെ രംഗത്ത് വന്നു. വിൻസനേഷൻ സഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ സജിത്ത് ജോസഫ് പ്രസംഗിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് വിൻസനേഷൻ സഭ വിലക്കേർപ്പെടുത്തി. ഇതോടെയാണ് ലത്തീൻ കത്തോലിക്ക സഭയുടെ പുനലൂർ രൂപതാ മെത്രാൻ സിൽവസ്റ്റർ പൊന്നുമുത്തൻ സജിത്ത് ജോസഫിനെ അനുകൂലിച്ച് പരസ്യമായി രംഗത്തെത്തിയത്. സജിത്ത് ജോസഫിന്റെ ശുശ്രൂഷകൾക്ക് മുടക്ക് വരുത്തേണ്ടതില്ലെന്നും കത്തോലിക്ക സഭയുടെ പഠനങ്ങൾ തന്നെയാണ് പാസ്റ്റർ സജിത്ത് ജോസഫ് പഠിപ്പിക്കുന്നതെന്നും ബിഷപ്പ് സിൽവസ്റ്റർ പൊന്നുമുത്തൻ ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ കേരള കത്തോലിക്ക സഭയിലെ രണ്ട് സഭകൾ ചേരിതിരിഞ്ഞ് പോരാടുകയാണ്. അനിൽ ജോർജ്, ന്യൂസ് മലയാളം, കൊച്ചി.